നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓണത്തിന് 1 ലക്ഷം തൊഴിലെന്ന മുദ്രാവാക്യവുമായി സ്ത്രീകൾക്ക് നൈപുണ്യ പരിശീലനം നൽകി പ്രാദേശിക തൊഴിലുകൾ ലഭ്യമാക്കുന്നതിന് വിജ്ഞാന കേരളവുമായി സഹകരിച്ച് കുടുംബശ്രീ ക്യാമ്പയിൻ ആരംഭിക്കുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 10-12 ക്ലാസുകളിലെ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വികസന പ്രവർത്തനങ്ങളിൽ പരിയാരം ഗ്രാമപഞ്ചായത്തിനോട് ചാലക്കുടി MLAയും MP യും അനാസ്ഥയും അവഗണനയും കാണിക്കുന്നതായി ആരോപിച്ച് LDF പരിയാരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിക്കാട് സ്കൂൾ പരിസരത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. വാട്സ്ആപ്പ് വഴിയോ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ ഫോണുകളിലേക്ക് വരുന്ന APK ആപ്പുകളിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി പോലീസ്. സേവിംഗ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കി 4 പൊതുമേഖലാ ബാങ്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. വാർത്തകൾ വിശദമായി. ഓണത്തിന് 1 ലക്ഷം തൊഴിലെന്ന മുദ്രാവാക്യവുമായി സ്ത്രീകൾക്ക് നൈപുണ്യ പരിശീലനം നൽകി പ്രാദേശിക തൊഴിലുകൾ ലഭ്യമാക്കുന്നതിന് വിജ്ഞാന കേരളവുമായി സഹകരിച്ച് കുടുംബശ്രീ ക്യാമ്പയിൻ ആരംഭിക്കുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 3, 4, 5 തീയതികളിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷരുടെയും സെക്രട്ടറിമാരുടെയും അവലോകന യോഗങ്ങളിലാണ് തൊഴിൽ ക്യാമ്പയിന് അവസാന രൂപം നൽകിയത്. വിജ്ഞാന കേരളം മുഖ്യ അഡ്വൈസർ ഡോക്ടർ DM തോമസ് ഐസക്കും പ്രധാന വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗങ്ങളിൽ പങ്കെടുത്തു. ഇതിനു മുന്നോടിയായി 1 ലക്ഷം സ്ത്രീകൾക്ക് നൈപുണ്യ വികസന പരിശീലനം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. വിജ്ഞാന കേരളം ക്യാമ്പയിൻ നിർവഹണത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സമിതികൾ രൂപീകരിക്കും. പ്രാദേശിക സാമ്പത്തിക വികസന സമീപനത്തിന്റെ ഭാഗമായി തൊഴിൽ ക്യാമ്പയിനെ ഉൾപ്പെടുത്തും. ഇതിനായി കുടുംബശ്രീ മുഖേന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കർമ്മ പരിപാടി രൂപപ്പെടുത്തും. പ്രാദേശിക സാമ്പത്തിക വികസന പദ്ധതികൾ ഇതുമായി സംയോജിപ്പിക്കും. അധ്യക്ഷന്മാർ, സെക്രട്ടറിമാർ, മറ്റ് തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ അവലോകന യോഗം ഞാനും വിജ്ഞാന കേരളത്തിന്റെ ചീഫ് അഡ്വൈസർ ഡോക്ടർ തോമസ് ഐസക്കും പങ്കെടുത്തുകൊണ്ട് ചേരുകയായിരുന്നു. ആദ്യം മിനിഞ്ഞാന്ന് വൈകിട്ട് തിരുവല്ലയിൽ ആ മേഖലയിലെ 4 ജില്ലകളുടെ ചേർന്നു. ഇന്നലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവരുടെ ചേർന്നു. പ്രത്യേകമായി മേയർമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺസ് എന്നിവരുടെ യോഗം ചേർന്നു. അതിനുശേഷം മറ്റ് 4 ജില്ലകളിലെ പ്രസിഡന്റുമാരുടെ ചേർന്നു. ഇന്നിപ്പോൾ രാവിലെ 4 ജില്ലകളിലെ 3 ജില്ലകളിലെ പ്രസിഡന്റുമാരുടെ ചേർന്നു. ഒരു സെഷൻ കൂടി കഴിയുമ്പോൾ കഴിയും, പൂർണ്ണമാവും. ഇപ്പോൾ വിജ്ഞാന കേരളത്തിന്റെ ക്യാമ്പയിൻ നിർവഹണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള സമിതികൾ രൂപീകരിക്കും. വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിന്റെ നിർവഹണ സംവിധാനം എന്ന നിലയിൽ കുടുംബശ്രീ സംസ്ഥാന ജില്ലാ മിഷനുകളിൽ ഇംപ്ലിമെന്റേഷൻ യൂണിറ്റുകൾ പ്രവർത്തിക്കും. പ്രാദേശിക തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിന് സംരംഭക സംഘടനകളുമായി ജില്ലാതല യോഗങ്ങൾ സംഘടിപ്പിക്കും. സംരംഭകരെ നേരിട്ട് ബന്ധപ്പെടുന്നതിന് 3 തലങ്ങളിലും പ്രത്യേക ടീമുകൾക്ക് രൂപം നൽകും. ഓരോ പ്രദേശത്തുമുള്ള തൊഴിലുകൾക്ക് കുടുംബശ്രീ CDSകൾ വഴി സ്ത്രീ തൊഴിലാളികളെ കണ്ടെത്തും. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ എല്ലാ ബ്ലോക്കുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും തൊഴിൽ മേളകൾ സംഘടിപ്പിക്കും. തൊഴിൽ ലഭിക്കുന്നവർക്കുള്ള പരിശീലനം നൽകുന്നതിന് ASAP, KASE തുടങ്ങി സർക്കാർ ഏജൻസികളെയും അക്രഡിറ്റഡ് ഏജൻസികളുടെയും പ്രവർത്തനങ്ങളെ വിജ്ഞാന കേരളം ഏകോപിപ്പിക്കും. വിജ്ഞാന കേരളത്തിന്റെ പരിശീലന പരിപാടികളുടെ ഏകോപനം കിലയാണ് നിർവഹിക്കുക. K-Diskൽ നിന്നുള്ള വിദഗ്ധരാണ് ജില്ലകളിലെ പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റിന് നേതൃത്വം നൽകുന്നത്. ക്യാമ്പയിന് ആവശ്യമായ സോഫ്റ്റ്വെയർ ലഭ്യമാക്കുന്നത് K-Disk ആണ്.
നാഷണൽ സർവീസ് സ്കീം സന്നദ്ധ പ്രവർത്തകർ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളായിരിക്കും. കേരളത്തിലെ തൊഴിൽ പ്രായത്തിലുള്ള സ്ത്രീകളിൽ 20% പേർ മാത്രമേ വീടിന് പുറത്തുള്ള ജോലികളിൽ ഏർപ്പെടുന്നുള്ളൂ. ഇത് ഏതാനും വർഷം കൊണ്ട് 50% ഉയർത്തുക എന്നതാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നത്. ഓണത്തിന് 1 ലക്ഷം തൊഴിൽ എന്ന ക്യാമ്പയിനിലൂടെ ഇതിന് തുടക്കം കുറിക്കുകയാണ്. വീട്ടമ്മമാർക്ക് ജോലി ചെയ്യുന്നതിനുള്ള സാമൂഹിക പിന്തുണ നൽകുക എന്നത് ക്യാമ്പയിനിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഓരോ തരം ജോലിക്കും പ്രത്യേകം നൈപുണ്യ പരിശീലന കോഴ്സുകൾ പ്രാദേശിക കേന്ദ്രങ്ങളിൽ നൽകും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സംയുക്ത പ്രോജക്റ്റ് ആയിട്ടായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നതല്ലേ നല്ലത്. ഇത് ഇവിടെ ഇപ്പൊ ഇതിന് ഞാൻ മറുപടി പറഞ്ഞ അവസാനം നാളെ ഇത് വാർത്തയല്ലാതാവുകയും അത് മാത്രം വാർത്തയാവുകയും ചെയ്യുന്ന സ്ഥിതി. സർക്കാർ ആകെയാണ് പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും പ്രകടന പത്രികയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ നയത്തിന് വിധേയമായിട്ടാണ്. ഏതെങ്കിലും ഒരു വകുപ്പ് ദീർഘവീക്ഷണത്തോടെ ആസൂത്രണത്തോടെയും പ്രവർത്തിക്കുകയും മറ്റൊരു വകുപ്പ് അങ്ങനെ ഇല്ലാതെ സാധ്യമാവില്ലല്ലോ. അപ്പൊ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളും പ്രകടന പത്രികയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്നു. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ പുരോഗതി ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇതിനുള്ള ചെലവിലേക്കായി എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ജൂലൈയിൽ പദ്ധതിയിൽ പ്രോജക്റ്റുകൾ ഉൾക്കൊള്ളിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വിജ്ഞാന കേരളത്തിന്റെ പ്രാദേശിക ജോബ് ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങൾ ഇനി മുതൽ തൊഴിൽ കേന്ദ്രം എന്ന പേരിൽ CDS ഓഫീസുകളിലായിരിക്കും പ്രവർത്തിക്കുക. ബ്ലോക്ക് നഗരസഭാ തലത്തിൽ ജോബ് സ്റ്റേഷനുകളിലായിരിക്കും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. ജില്ലാ തലത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷനും വിജ്ഞാന കേരളം PAMUവും സംയുക്തമായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. തൃശൂർ കിലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ്, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ, കില ഡയറക്ടർ ജനറൽ A നിസാമുദ്ദീൻ തുടങ്ങിയവരും പങ്കെടുത്തു. അതുപോലെ സാമൂഹിക അന്തരീക്ഷത്തിലുമെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇടപെടലാണ്. സാക്ഷരതാ പ്രസ്ഥാനത്തിനും ജനകീയാസൂത്രണത്തിനുമൊക്കെ സമാനമായിട്ടുള്ള ഒരു വലിയ ഇടപെടലിനാണ് ഇതിലൂടെ തുടക്കം കുറിക്കുന്നത്. ബാക്കി വിശദാംശങ്ങളെല്ലാം വിജ്ഞാന കേരളത്തിന്റെ ചീഫ് അഡ്വൈസറായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക് നിങ്ങളോട് സംസാരിക്കും. നമുക്ക് ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നതല്ലേ നല്ലത്. ഇത് ഇവിടെ ഇപ്പൊ ഇതിന് ഞാൻ മറുപടി പറഞ്ഞ അവസാനം നാളെ ഇത് വാർത്തയല്ലാതാവുകയും അത് മാത്രം വാർത്തയാവുകയും ചെയ്യുന്ന സ്ഥിതി. സർക്കാർ ആകെയാണ് പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും പ്രകടന പത്രികയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സർക്കാർ ആസ്പത്രിയിൽ ട്രാൻസ്പ്ലാന്റ് നടക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയിൽ കേരളം അല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ട്. അപ്പോ ഇത് ചെയ്യുമ്പോഴും പോരായ്മകൾ ഉണ്ടാവും. ആ പോരായ്മകളെ ഈ പെർസ്പെക്റ്റീവിൽ കാണണം. ആ പോരായ്മകൾ നികത്തണം. ആ ഫെയർ ക്രിറ്റിസിസം. ഓക്കെ, നിങ്ങൾ 6 നിലയോ ഉള്ള ഒരു 300 കോടി രൂപയുടെ പുതിയ കെട്ടിടം കോട്ടയത്ത് പണിയുന്നു. അപ്പോൾ ഇത് ആവശ്യമില്ലാതെ തീരുന്നു. നിലവിൽ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 10, 12 ക്ലാസുകളിലെ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും സനീഷ് കുമാർ ജോസഫ് MLA നേതൃത്വത്തിൽ ആദരിച്ചു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ നടന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, തൃശൂർ റേഞ്ച് DIG H ഹരിശങ്കർ, നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ, കൗൺസിലർ ബിന്ദു ശശികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കഴിഞ്ഞ വർഷവും ഞാൻ MLA അവാർഡ് നൽകാൻ ഇവിടെ വന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഈ കലാലയത്തിൽ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളെല്ലാവരുമായി പങ്കുവയ്ക്കുന്നു. ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. കാരണം ഈ അവാർഡ് ദാനം തന്നെ ഒരു വലിയ ലോങ് പ്രോസസ്സാണ്. നിങ്ങളെല്ലാവരും അത് വാങ്ങിക്കാൻ കാത്തിരിക്കുന്നവരാണ്. പക്ഷേ നിങ്ങളെല്ലാം ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും ക്രീമായിട്ടുള്ള കുട്ടികളാണ്. നിങ്ങൾ കഠിനാധ്വാനം നടത്തി നിശ്ചയദാർഢ്യത്തോടെ ലക്ഷ്യബോധത്തോടെ നിങ്ങൾ പഠിച്ചാണ് നിങ്ങളെല്ലാവരും ഫുൾ A+ വാങ്ങി മിടുമിടുക്കികളും മിടുമിടുക്കന്മാരുമായി ഞങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഞാൻ നിറഞ്ഞ മനസ്സോടെ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ അവാർഡുകൾ ഏറ്റുവാങ്ങുന്നത് നിങ്ങളുടെ ചുമലുകളിലെ ഭാരം വർദ്ധിപ്പിക്കണം. കാരണം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷയാണ്, ഒരു സംശയവും വേണ്ട, അവരുടെ സ്വപ്നമാണ്. പക്ഷേ MLA നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ മാത്രം സ്വപ്നമല്ല, ഈ നാടിൻ്റെ കൂടി സ്വപ്നമാണെന്നാണ്.
അതിനാണ് നിങ്ങൾക്ക് അവാർഡുകൾ നൽകുന്നത്. അപ്പോൾ ആ അവാർഡുകൾ ഏറ്റുവാങ്ങി ഈ നാടിൻ്റെ കരുത്തായി നിങ്ങൾ മാറും. കാർമൽ HSS ചാലക്കുടി 100% നേടിയ സ്കൂളിലെ പ്രതിനിധികൾ മുന്നോട്ട്. സെന്റ് ജോർജ് HSS പെരിയാരം, സെന്റ് ജോൺസ് HSS പെരിയാരം. ചാലക്കുടിയെ സംബന്ധിച്ച് ഇന്ന് ഒരു അഭിമാന നിമിഷമാണ്. നാളുകളിൽ ചരിത്രം രചിക്കുന്ന ഈ നാടിൻ്റെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിനികളെയാണ് ഇന്ന് MLA അവാർഡ് നൽകി ഇവിടെ ആദരിക്കുന്നത്. വിദ്യാഭ്യാസമാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യ വിഭവശേഷി കൈവരിക്കാൻ കഴിഞ്ഞ നാടാണ് നമ്മുടെ നാട്. എവിടെ പോയാലും നമുക്ക് മലയാളികളെ കാണാൻ സാധിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കുള്ള വലിയ പുരോഗതി കൊണ്ടാണ് നമ്മുടെ രാജ്യം വളർന്ന് വലുതായത്. അതേപോലെ LFHS പരത്തി. ഇതുപോലെ വിജയം നേടാനുള്ള ഒരു മോട്ടിവേഷൻ കൂടെയാണ്. അതുപോലെ ഈ MLA അവാർഡ് ഓർഗനൈസ് ചെയ്ത ബഹുമാനപ്പെട്ട MLAക്കും ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ നാട്ടിലും അല്ലാതെ പുറത്ത് ഇതുപോലത്തെ ഒരുപാട് സ്കൂളുകളിലും ഇതുപോലത്തെ പ്രോഗ്രാംസിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ എക്സാം എഴുതുമ്പോഴും ഈ ഒരു കാര്യം നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്നാൽ ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ സാധിച്ചതിൽ നിങ്ങളെ എല്ലാവരും ഒന്നും കൂടെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഒരു ലക്ഷ്യം കണ്ടെത്തി കഴിഞ്ഞാൽ അതിലോട്ടുള്ള പ്രയത്നം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എന്തൊക്കെയാണെന്നുള്ള ഒരു മനസ്സിലാക്കൽ വേണം, കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് വേണം, പിന്നെ അതിൻ്റേതായ ഒരു ഹാർഡ് വർക്കും വേണം. ഇതൊക്കെ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വിചാരിക്കുന്നതിൽ എത്താൻ സാധിക്കും. നമ്മൾ എന്തൊക്കെയോ മനസ്സിൽ തോന്നുന്നു അതിനൊക്കെ നമ്മൾ ട്രൈ ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ അത് എത്താൻ സാധിക്കുന്നുണ്ടാവില്ല, പക്ഷെ ചിലപ്പോൾ എത്താൻ സാധിക്കും. എന്തായാലും നമുക്ക് അപ്പം അതൊരു കാര്യം നമ്മൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെപ്പോഴും ജീവിതത്തിൽ അതൊരു ട്രൈ ചെയ്തില്ല എന്നുള്ളൊരു കുറ്റബോധം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ജനക്സി ജോബി, ജനക്കിനെ തുടർന്ന് ആദർശ് PS. ആൻസിയ ഷൈജൻ, ആൻസിയ ഷൈജൻ. ആദ്യമായി തന്നെ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും വിസ്മയിപ്പിക്കുന്ന മിന്നുന്ന വിജയം കൈവരിച്ച വിദ്യാർത്ഥിനികൾക്കും അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും സപ്പോർട്ടും നൽകിയ പേരൻസും ടീച്ചേഴ്സും എല്ലാവർക്കും ഒരു അഭിനന്ദനം നേരാതെ പറ്റില്ല. ഈ തിളക്കമാർന്ന വിജയം ഭാവിയിലെ വലിയ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് നിങ്ങൾക്ക് മുതൽക്കൂട്ടാവട്ടെ, ചവിട്ടുപടിയാവട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുന്നു. അക്കാഡമിക് ബ്രില്യൻസിൻ്റെ കാര്യത്തിൽ നിങ്ങളെ പ്രത്യേകിച്ച് ഉപദേശിക്കാനൊന്നുമില്ല. നിങ്ങളെല്ലാം ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസാണ്. നിങ്ങളുടെ പാരൻസിന് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനെ പറ്റി കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ അധ്യാപകർ അതിനു വേണ്ടി കൃത്യമായി അധ്വാനിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെയാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. വികസന പ്രവർത്തനങ്ങളിൽ പരിയാരം ഗ്രാമപഞ്ചായത്തിനോട് ചാലക്കുടി MLAയും MP യും അനാസ്ഥയും അവഗണനയും കാണിക്കുന്നതായി ആരോപിച്ച് LDF പരിയാരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യക്കാട് സ്കൂൾ പരിസരത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ താക്കോൽക്കാരൻ, LDF പരിയാരം പഞ്ചായത്ത് കൺവീനർ ജിനീഷ് P. ജോസ്, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ്, ജനതാദൾ നേതാവ് ജോണി മോറേലി, CPM ലോക്കൽ സെക്രട്ടറിമാരായ ആന്റണി തോമസ്, MA പോൾ, ഏരിയ കമ്മിറ്റി അംഗം CG സിനി ടീച്ചർ, ജോൺസൺ മോറേലി എന്നിവർ പ്രസംഗിച്ചു. വിവിധ ഏജൻസികളുടെ പണവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതികളുടെയും ഏകോപനം വഴി മാത്രമാണ് നാടിന്റെ സമഗ്ര വികസനം സാധ്യമാവുക. അങ്ങനെ ഏകോപനം നടത്തുന്ന വിധം ഒരു ഇടപെടൽ നമ്മുടെ ബഹുമാനപ്പെട്ട നിലവിലെ MLA ആദരണീയനായ സനീഷ് കുമാർ ജോസഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ട് മാത്രം പ്രയോജനപ്പെടുത്തി നമ്മുടെ നാടിനെ വികസനത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനാകില്ല.
വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, സംസ്ഥാനാവിഷ്കൃത പദ്ധതികൾ, വിവിധ പ്രത്യേക ഏജൻസികൾ വഴി വരുന്ന വികസന ഫണ്ടുകൾ ഇതെല്ലാം സമാഹരിച്ചു കൊണ്ടുവന്ന് നാടിന് വിവിധ പദ്ധതികളായി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ MLA ആദരണീയനായ സനീഷ് കുമാർ ജോസഫ്. അങ്ങനെയാണ് നമ്മുടെ നാട് വികസിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 15 വർഷക്കാലം ആദരണീയനായ സഖാവ് BD ദേവസ്യേട്ടൻ ഈ മണ്ഡലത്തെ, ചാലക്കുടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നമ്മുടെ തിരുവനന്തപുരം അസംബ്ലിയിലേക്ക് പോവുകയുണ്ടായി. അദ്ദേഹം കൃത്യമായും അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുകയുണ്ടായി. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ വികസന പദ്ധതികൾക്ക് ആവശ്യമായ ഫണ്ട് വിവിധ ഏജൻസികളെ സമീപിച്ച് കേന്ദ്രാവിഷ്കൃത പദ്ധതികളും സംസ്ഥാനാവിഷ്കൃത പദ്ധതികളും മറ്റ് വിവിധ പദ്ധതികളുമെല്ലാമായി പ്രത്യേക പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ട് നമ്മുടെ ചാലക്കുടിയെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച വികസിതമായ ഒരു മണ്ഡലമാക്കി മാറ്റുന്നതിൽ അദ്ദേഹം നേതൃത്വപരമായ പങ്ക് വഹിച്ചു. മന്ത്രി VN വാസവന്റെ വാഹനത്തിന് നേരെ അങ്കമാലിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി. കറുകുറ്റി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടന്ന അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു മടങ്ങുകയായിരുന്നു മന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. പ്രവർത്തകരെ പോലീസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു നീക്കി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ വാഹനം തടഞ്ഞത്. കരിങ്കൊടിയും ആയാണ് പ്രവർത്തകർ അവിടെ കാത്തുനിന്നത്. ഒപ്പം തന്നെ മാന്യമായിട്ട് അല്ല ഗുണ്ടായിസാണ് പിണറായി പറഞ്ഞിട്ടില്ലേ? ആരോഗ്യമേഖലയിൽ സർക്കാർ അവഗണനയും അനാസ്ഥയും തുടരുന്നതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പന്തംകുളത്തി പ്രകടനം സംഘടിപ്പിച്ചു. പരിയാരം മണ്ഡലം പ്രസിഡന്റ് VC ബെന്നിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നേതാക്കളായ KT വർഗീസ്, ഡാർലി പോൾസൺ, ഡാർലി വർഗീസ്, സിനി ലോനപ്പൻ, ഡെന്നി ആന്റണി PP ആഗസ്റ്റ് എന്നിവരും യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, പെൻഷനേഴ്സ്, INTUC പ്രവർത്തകരും ബ്ലോക്ക്, മണ്ഡലം, വാർഡ്, ബൂത്ത് ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്തു.
ഇന്ന് നമ്മുടെ KPCCയുടെ ആഹ്വാനം അനുസരിച്ച് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ ബ്ലോക്ക് കമ്മിറ്റികളും ഇന്ന് ഈ പ്രതിഷേധ പന്തംകൊളുത്തി പ്രകടനം എല്ലാ മണ്ഡലങ്ങളിലും നടക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മൾ പരിയാരത്ത് ഇന്ന് നമ്മൾ നടന്നു വരുന്ന ഈ സംഗമത്തിൽ പങ്കെടുത്തവരെ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇതിന്റെ ഒരു കാരണം നമുക്കറിയാം. നമ്മളിപ്പോ കേട്ട മാതിരി പ്രകടനത്തിലും നമ്മുടെ മുദ്രാവാക്യത്തിലും പറഞ്ഞ മാതിരി കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ഭാഗം കെട്ടിടം 3 നില കെട്ടിടം ഇടിഞ്ഞു വീണ് അതിന്റെ രക്ഷാദൗത്യം വൈകിപ്പിച്ചത് കൊണ്ടാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരി മരണപ്പെട്ടത്. ഈ മരണപ്പെട്ട വിവരം മന്ത്രി പോലും അറിയാതെ നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന് വൈകിപ്പിച്ച് അവിടേക്ക് എത്താനായിട്ട് വാഹനങ്ങൾ പോലെ എത്താൻ വൈകുന്ന ഒരു സാഹചര്യമാണ് ആ മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. 2 മണിക്കൂർ വൈകിപ്പിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു സഹോദരി ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ അകപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ബോധ്യപ്പെട്ടത്. അതിനുശേഷം നടന്ന രക്ഷാപ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവര് മരിക്കപ്പെടുകയും അതുപോലെ തന്നെ അതിനുശേഷമുണ്ടായ അവിടെ ഉണ്ടായ മുഴുവനും അവിടുത്തെ കടുത്ത ചികിത്സ നടത്തുന്ന എല്ലാ പേഷ്യൻസിനെയും അവിടെ നിന്ന് നിർബന്ധമായിട്ടും ഡിസ്ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് അവിടുത്തെ മെഡിക്കൽ ഓഫീസറും മന്ത്രിയും പറഞ്ഞത്. ആരോഗ്യരംഗം പാടെ തകർത്തതായും കേരളത്തെ വെന്റിലേറ്ററിൽ ആക്കിയതായും ആരോപിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ തീജ്വാല പ്രകടനം നടത്തി. മണ്ഡല കോൺഗ്രസ് പ്രസിഡന്റ് ചെറിയൻ തോമസ് ജ്വാല ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ കൊച്ചാപ്പു പുളിക്കൽ, സിജു ഈരാളി, തോമസ് ചെന്നേക്കാടൻ, ജോൺസൺ വി ആന്റണി, ജോസഫ് തോമസ്, സണ്ണി പൈനാടത്ത്, ജോൺസൺ എലിങ്ങേലി, കെ സോമശേഖരൻ പിള്ള, പാപ്പച്ചൻ കരിങ്ങേൻ, ജോമോൻ ദേവസി, വർഗീസ് കരിങ്ങാൻ, ലാലു പുളിക്കത്തറ, ഫ്രാൻസിസ് പയ്യപ്പള്ളി, ഷൈബി പാപ്പച്ചൻ എന്നിവർ നേതൃത്വം നൽകി. പിണറായിയുടെ സർക്കാരേ, പിണറായിയുടെ സർക്കാരേ, നിങ്ങൾക്കെതിരെ ഉയരുന്നു പ്രതിഷേധത്തിൻ തീജ്വാല, പ്രതിഷേധത്തിൻ തീജ്വാല. രാജിവെച്ച് പുറത്തു പോകൂ, രാജിവെച്ച് പുറത്തു പോകൂ, രാജിവെച്ച് പുറത്തു പോകൂ, രാജിവെച്ച് പുറത്തു പോകൂ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, കൃഷക സമരം സിന്ദാബാദ്, കൃഷക സമരം സിന്ദാബാദ്. വാട്സപ്പ് വഴിയോ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ ഫോണുകളിലേക്ക് വരുന്ന APK ആപ്പുകളിൽ ജാഗ്രത മുന്നറിയിപ്പുമായി പോലീസ്. സർക്കാർ പദ്ധതികളുടെയോ മറ്റോ പേരിലാകും ഈ ഫയലുകൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുക. ഇത്തരം ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുകയോ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യരുതെന്നാണ് പോലീസ് നിർദ്ദേശം. ഇത്തരം ആപ്ലിക്കേഷൻ ഫയൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയാൽ നിങ്ങളുടെ ഫോണിന്റെ നിയന്ത്രണം തട്ടിപ്പുകാർ കൈയടക്കും. തുടർന്ന് നിങ്ങളുടെ ഫോണിലുള്ള ബാങ്കിംഗ് ആപ്ലിക്കേഷനുകൾ വഴി നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം തട്ടിയെടുക്കുകയും നിങ്ങളുടെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഈ ആപ്ലിക്കേഷൻ ഫയലുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകുകയും ചെയ്യും. ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് ഇരയാവുകയോ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ 1930 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങളുടെ ഫോണിലേക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി എത്തുന്ന ആപ്ലിക്കേഷൻ ഫയലുകളെ സൂക്ഷിക്കണം. സർക്കാർ പദ്ധതികളുടെയോ മറ്റോ പേരിലാകും ഇത്തരം ഫയലുകൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അക്കൗണ്ടിൽ നിന്നും ഇത്തരം ഫയലുകൾ വന്നേക്കാം. ഒരിക്കലും ഇത്തരം ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുകയോ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യരുത്. ഇത്തരം ആപ്ലിക്കേഷൻ ഫയൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയാൽ നിങ്ങളുടെ ഫോണിന്റെ നിയന്ത്രണം തട്ടിപ്പുകാർ കയ്യിലെടുക്കും. തുടർന്ന് നിങ്ങളുടെ ഫോണിലുള്ള ബാങ്കിംഗ് ആപ്ലിക്കേഷനുകൾ വഴി നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം തട്ടിയെടുക്കുകയും നിങ്ങളുടെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഈ ആപ്ലിക്കേഷൻ ഫയലുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകുകയും ചെയ്യും. ശ്രദ്ധിക്കണേ. സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കി 4 പൊതുമേഖലാ ബാങ്കുകൾ.
പലിശ നിരക്കുകൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കുന്നത് ബാങ്കുകൾ ഒഴിവാക്കുന്നത്. 2 മാസത്തിനിടെ 4 പൊതുമേഖലാ ബാങ്കുകളാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കുള്ള മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കിയത്. കാനറ ബാങ്കാണ് മിനിമം ബാലൻസ് നിബന്ധന ആദ്യം ഒഴിവാക്കിയത്. ജൂൺ 1 മുതൽ അക്കൗണ്ടിൽ മാസം ശരാശരി നിശ്ചിത തുക ഉണ്ടായിരിക്കണം എന്നുള്ള നിബന്ധന ഒഴിവാക്കി. പഞ്ചാബ് നാഷണൽ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും ജൂലൈ 1 മുതൽ ഇത് നടപ്പാക്കിയതായി അറിയിച്ചു. പിന്നാലെ ഇന്ത്യൻ ബാങ്കും തീരുമാനവുമായി രംഗത്തെത്തി. ജൂലൈ 7 മുതലാണ് ഇന്ത്യൻ ബാങ്ക് ഇത് നടപ്പാക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ SBI 2020 മുതൽ സേവിങ്സ് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് നിബന്ധന പിൻവലിച്ചിരുന്നു. SBI ഒഴികെയുള്ള പൊതുമേഖലാ ബാങ്കുകൾക്കെല്ലാമായി വർഷം ശരാശരി 1700 കോടി രൂപയ്ക്കടുത്താണ് മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ പിഴ ഇനത്തിൽ വരുമാനമായി ലഭിച്ചിരുന്നത്. 2024 ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് 5 വർഷ കാലയളവിൽ ആകെ 8495 കോടി രൂപയായിരുന്നു ഇത്തരത്തിൽ പിഴയായി ബാങ്കുകൾ ഉപയോക്താക്കളിൽ നിന്ന് ഈടാക്കിയത്. കേന്ദ്ര ധനമന്ത്രാലയം പാർലമെന്റിനെ അറിയിച്ച കണക്കുകളാണിത്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വർധന. പവന് 80 രൂപയാണ് കൂടിയത്. 72,480 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 10 രൂപയാണ് കൂടിയത്. 9,060 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. പവൻ വിലയിൽ ഒറ്റയടിക്ക് 440 രൂപ കുറഞ്ഞ ശേഷമാണ് വിപണിയിൽ ശനിയാഴ്ചത്തെ വർധനവിന്റെ സൂചന കാണിക്കുന്നത്. 2 ആഴ്ചയ്ക്കിടെ 3000 രൂപയിലധികം കുറഞ്ഞ ശേഷമാണ് മാസാദ്യം മുതൽ സ്വർണ്ണവില തിരിച്ചു കയറാൻ തുടങ്ങിയത്. ഏകദേശം 5 ദിവസത്തിനിടെ 1500 രൂപ വർദ്ധിച്ചിരുന്നു. അതിനുശേഷം വെള്ളിയാഴ്ച വില കുത്തനെ ഇടിഞ്ഞു. ശനിയാഴ്ച വിലയിൽ നേരിയ വർധനവാണ് കണ്ടത്. ജൂൺ 13-ന് ഏപ്രിൽ 22-ലെ റെക്കോർഡ് സ്വർണ്ണവില ഭേദിച്ചിരുന്നു. ഏപ്രിൽ 22-ന് രേഖപ്പെടുത്തിയ 74,320 രൂപ എന്ന റെക്കോർഡാണ് തിരുത്തിയത്. തൊട്ടടുത്ത ദിവസവും വില വർദ്ധിച്ച് സ്വർണ്ണവില പുതിയ ഉയരം കുറിക്കുന്നതാണ് കണ്ടത്. 75,000 കടന്ന് കുതിക്കുമെന്ന സൂചനയ്ക്കിടെ പിന്നീടുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. തുടർന്ന് ഈ മാസം 1 മുതലാണ് വീണ്ടും വില ഉയരാൻ തുടങ്ങിയത്. കൊടകര സരസ്വതി വിദ്യാനികേതൻ വിദ്യാലയത്തിൽ ശാസ്ത്രമേളയ്ക്ക് തിരിതെളിഞ്ഞു. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ മോഹനൻ വടക്കെടുത്ത് ദീപപ്രജ്വലനം നടത്തി. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മുൻ പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ CP ഷാജി ഉദ്ഘാടനം ചെയ്തു. ജയശ്രീ R മേനോൻ, മാനേജർ TK സതീഷ്, പ്രിൻസിപ്പൽ റോഷൻ P നായർ എന്നിവർ പ്രസംഗിച്ചു. നയിക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോദ്യം ചോദിക്കുന്നത് ഇവിടെ English, you can explain it in Malayalam. Don't worry about it. Okay. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗംഗാതട പശ്ചിമ ബംഗാളിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. മഹാരാഷ്ട്ര തീരം മുതൽ കർണാടക തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ്. ജൂലൈ 4 മുതൽ 7 വരെ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. വളർത്തുമൃഗ പരിപാലനത്തിന്റെയും മത്സ്യകൃഷിയുടെയും മറവിൽ യുവാക്കൾക്കും മറ്റും കഞ്ചാവ് വിൽപ്പന നടത്തി വന്നിരുന്ന 2 പേരെ ചാലക്കുടി DYSP PC ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടി. തൃശൂർ ചിയ്യാറം സ്വദേശി മലയാങ്കുടി വീട്ടിൽ കാക്കപ്പൻ ശംഭു എന്നറിയപ്പെടുന്ന 34 വയസ്സുള്ള ഷാമിൽ, പരിയാരം കാഞ്ഞിരപ്പള്ളി സ്വദേശി തെക്കൻ വീട്ടിൽ 34 വയസ്സുള്ള കുരുവിള എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഏതാനും നാളുകളായി
കാഞ്ഞിരപ്പള്ളിയിലെ കുരുവിളയുടെ ഉടമസ്ഥതയിലുള്ള ഫാമും പരിസരവും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പുലർകാലങ്ങളിൽ ഇവിടേക്ക് വാഹനങ്ങൾ വരുന്നതും പോകുന്നതും കണ്ടെത്തിയ അന്വേഷണ സംഘം 12 ഏക്കറോളം വരുന്ന ഫാമിൽ വേഷപ്രച്ഛന്നരായി എത്തിയാണ് ഇരുവരെയും പിടികൂടിയത്. ഇവരിൽ നിന്നും മീൻതീറ്റ എന്ന വ്യാജേന സൂക്ഷിച്ച 300-ലേറെ ഗ്രാം കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് വിറ്റുകിട്ടിയ 1500 രൂപയും പിടിച്ചെടുത്തു. ഷാമിൽ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ചതിനുള്ള കേസിലെയും നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലെയും പ്രതിയാണ്. കുരുവിള ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനുള്ള ഒരു കേസിലും മദ്യലഹരിയിൽ മറ്റൊരാളുടെ ജീവന് അപകടം വരുത്തക്ക വിധം വാഹനമോടിച്ച കേസിലെയും പ്രതിയാണ്. ഡാൻസ് ഓഫ് ടീമംഗളായ സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, VU സിൽജോ, റെജി AU, ബിനു MJ, ഷിജോ തോമസ്, സുർജിത് സാഗർ, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സിജുമോൻ, ER, CPOമാരായ സനീഷ് മോൻ, മിഥുൻ, സജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേരള ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ സജീവ അംഗങ്ങളായ തൊഴിലാളികൾക്ക് മുടക്കം വരുത്തിയ അംശാദായം അടച്ചു തീർക്കുന്നതിനുള്ള കാലാവധി ജൂലൈ 31 വരെ അനുവദിച്ചതായി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ ഓഫീസുമായി 0487244655 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ബസ്സിറങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ പിക്കപ്പ് വാനിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. പുതുക്കാട് വടക്കേ തൊറവ് ചിരിക്കണ്ടത്ത് മോഹനന്റെ മകൾ 18 വയസ്സുള്ള വൈഷ്ണവാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 8-ന് നന്ദിക്കര സെന്ററിലായിരുന്നു അപകടം. നന്ദിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിനിയാണ്. ബസ്സിറങ്ങി സഹപാഠിയോടൊപ്പം ട്യൂഷൻ സെന്ററിലേക്ക് പോകാൻ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു അപകടം. അപകടത്തിൽ തെറിച്ചു വീണ വൈഷ്ണയെ നാട്ടുകാർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കൂടെയുണ്ടായിരുന്ന കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വണ്ടിയുടെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കോട്ടയം ഭാഗത്തേക്ക് കള്ളുകൊണ്ടുപോയിരുന്ന പിക്കപ്പ് വാനാണ് വൈഷ്ണയെ ഇടിച്ചത്. പിക്കപ്പ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണത്തിന് 1 ലക്ഷം തൊഴിലെന്ന മുദ്രാവാക്യവുമായി സ്ത്രീകൾക്ക് നൈപുണ്യ പരിശീലനം നൽകി പ്രാദേശിക തൊഴിലുകൾ ലഭ്യമാക്കുന്നതിന് വിജ്ഞാന കേരളവുമായി സഹകരിച്ച് കുടുംബശ്രീ ക്യാമ്പയിൻ ആരംഭിക്കുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 10, 12 ക്ലാസുകളിലെ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വികസന പ്രവർത്തനങ്ങളിൽ പരിയാരം ഗ്രാമപഞ്ചായത്തിനോട് ചാലക്കുടി MLAയും MP യും അനാസ്ഥയും അവഗണനയും കാണിക്കുന്നതായി ആരോപിച്ച് LDF പരിയാരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിക്കാട് സ്കൂൾ പരിസരത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. വാട്സ്ആപ്പ് വഴിയോ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ ഫോണുകളിലേക്ക് വരുന്ന APK ആപ്പുകളിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി പോലീസ്. സേവിംഗ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിർബന്ധന ഒഴിവാക്കി 4 പൊതുമേഖലാ ബാങ്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.